അതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. മെയ് 1 റിലീസ്. ജോലിയുണ്ട്, ഞാനുണ്ട്. അത് മെയ് 1 റിലീസ് വരും. വലിയ സിനിമയാണ്, അടിപൊളിയായിരിക്കും. എൻ്റെ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞു. അത് എൻ്റെ കയ്യിലല്ല, അത് ഇതിൻ്റെ കാര്യവും അതല്ല. ആ സിനിമയെക്കുറിച്ച് എനിക്കൊന്നും പുറത്ത് പറയാൻ പാടില്ല. അവരുടെ എഗ്രിമെൻറ്റിൽ തന്നെ ഒന്നും പറയരുതെന്ന് ഇവരുടെയൊക്കെ ഈ വലിയ സിനിമകളിലൊക്കെ എഴുതി ഒപ്പിടിയിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒന്നും പറയരുതെന്ന്. കാരണം അവർ ഒഫീഷ്യലായിട്ട് അവരുടെ പേജിലൂടെ പറയാൻ പാടുള്ളൂ എന്നുള്ളത്. വെറുതെ ഞാനെന്തിനാണ് അതിനെക്കുറിച്ച്. മെയ് 1 റിലീസ് എന്നുള്ളത് പറഞ്ഞു, അതാണ്. പക്ഷേ ആ സിനിമയെക്കുറിച്ചിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പിയാക്കുന്ന സിനിമയായിരിക്കും അത്. കാർത്തിക് സുബ്രാജിൻ്റെ സിനിമ സൂര്യ സാറിന് ഇഷ്ടമാണെങ്കിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും, നല്ല പടമായിരിക്കും. എല്ലാം കഴിഞ്ഞു. ജൂൺ 5 റിലീസ്. അത് തന്നെ സെയിം എഗ്രിമെൻ്റാ, കമ്പനി വേറെ ആണുള്ളൂ. ഭയങ്കര ഭാഗ്യമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കെ. അതൊക്കെ എനിക്ക് കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യം. അവരുടെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റിയതും വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ. സീൻ പറയണം? അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളൊരു സൗഹൃദമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റിയതും സംസാരിക്കാൻ പറ്റിയതും ഇടപെടാൻ പറ്റിയതും അഭിനയിക്കാൻ പറ്റിയതും ഒക്കെ വലിയ കാര്യങ്ങളാണ്. അത് സിനിമ റിലീസ് ചെയ്തിട്ടൊക്കെ പറയാം. പൊളിയാ, പൊളിയാ. എനിക്ക് എന്നുവെച്ചാൽ ഞാനിരിക്കുന്നത് നാരായണീൻ്റെ മക്കളുടെ കൂടെയാണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ സിനിമയെക്കുറിച്ച് തന്നെ സംസാരിക്കും. കാരണം അല്ലെങ്കിൽ ഇവരെല്ലാവരും അതിനു വേണ്ടി വന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ചോദിച്ചു എന്താ ചോദിക്കാൻ പോയി? പണി ആ ഡയറക്ടർ സാർ ഇപ്പോൾ തുടക്കത്തിലൂടെ